സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ കടുത്ത രോഷത്തിൽ പത്തനംതിട്ടയിലെ CP നേതാവ് എ പത്മകുമാർ വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ ആണ് പ്രതിഷേധം. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഉച്ചഭക്ഷണത്തിന് നിൽക്കാതെ പ്രതിഷേധിച്ച് കൊല്ലം വിട്ട പത്മകുമാർ പ്രൊഫൈൽ ചിത്രവും മാറ്റി. തിരുവനന്തപുരത്ത് നിന്നും സെയ്ഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാക്കൾക്ക് പ്രത്യേകിച്ച് വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. പത്മകുമാറിന്റെ ഒരു നിലപാട് എന്താണ്? മറ്റു വിവരങ്ങൾ? പത്തനംതിട്ടയിലുള്ള ചില നേതാക്കന്മാർക്ക് അത് അത്ര കണ്ടങ്ങോട്ട് രസിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. പ്രൊഫൈൽ ചിത്രം അദ്ദേഹം ഇങ്ങനെ വിഷണ്ണനായിട്ട് ഒരു കൈയും കൊടുത്ത് ഇരിക്കുന്ന ഒരു പടം കൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചറായി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കി. ഇതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് 52 വർഷത്തെ തന്റെ പ്രവൃത്തിയുണ്ട്. പക്ഷേ പാർലമെന്ററി രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഒരാളെ, അദ്ദേഹം പാർട്ടി അംഗം പോലും അല്ലായിരുന്നു, ആദ്യം MLA ആയി, പിന്നീട് 2ാം തവണ ജയിച്ചപ്പോൾ മന്ത്രിയാക്കി. അങ്ങനെ പാർലമെന്ററി രംഗത്തൂടെ വന്ന് പാർട്ടിയിൽ ഒന്നുമല്ലാതിരുന്ന ഒരാളെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കുകയും കഴിഞ്ഞ 52 കൊല്ലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുകയും ചെയ്യുന്ന തന്നെ പരിഗണിച്ചില്ല എന്നുള്ള പരാതിയാണ് പത്മകുമാർ മുന്നോട്ട് വെക്കുന്നതെന്നാണ് നമുക്ക് ആ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത് നാളെ ആയിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് പോലും നിൽക്കാതെയാണ് അദ്ദേഹം ആ സമ്മേളന നഗരി വിട്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കടുത്ത അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള മറ്റു ചില നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവരാരും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരസ്യ പ്രകടനം അത് ചെറിയ പ്രശ്നമായിരിക്കില്ല CPM-ൽ ഉണ്ടാക്കാൻ പോകുന്നത്. നടപടി നേരിടാൻ കഴിയുന്ന തരത്തിലാണ് പരസ്യ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരസ്യമായി അദ്ദേഹം ഇനി പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോക്ക് അത് CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു നല്ല പോക്കായിട്ട് CPM നേതാക്കളും കാണുന്നില്ല എന്ന് തോന്നുന്നു. അജി, ഒപ്പം തന്നെ സെയ്ഫ്, അദ്ദേഹം മുൻ MLA കൂടിയായിരുന്നു, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അത്തരത്തിൽ പത്തനംതിട്ട CPM-ൽ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടടക്കം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. പത്തനംതിട്ടയിലെ CPM-ലെ പ്രബല നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രവണത പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദോഷമാണ് ചെയ്യുന്നത്? അത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് വലിയ ശക്തി പ്രകടനം ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിന്റെ നഗരവീഥികളിൽ കൂടി റെഡ് വോളണ്ടിയർ മാർച്ച്, 25,000 പേരുടെ റെഡ് വോളണ്ടിയർ മാർച്ച് പോന്നു. 2 ലക്ഷത്തോളം പേരെ അണിനിരത്താൻ വേണ്ടി ആശ്രമം മൈതാനി അവിടെ ഒരുങ്ങുകയും അത്രത്തോളം ആൾക്കാർ അവിടെ എത്തിച്ചേരുന്ന തരത്തിൽ വലിയ പ്രകടനം അവിടെ എത്തുകയും ചെയ്യുകയാണ്. 30 വർഷത്തിന് ശേഷം കൊല്ലത്തേക്ക് വരുന്ന സംസ്ഥാന സമ്മേളനത്തെ ഗംഭീരമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സംഘാടക സമിതി നേരത്തെ എടുത്തിട്ട് CPM പ്രൗഢോജ്വലമായ ഒരു സമ്മേളനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നേതാക്കൾ അവകാശപ്പെടുന്ന ആ സമ്മേളനത്തിന്റെ അവസാന ദിവസം ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അത് ചെറിയ അതൃപ്തിയല്ല അതിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോ KP ഉദയഭാനു അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. 3 പേര് മാറുകയും 3 പേര് പുതുതായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തെ പരിഗണിച്ചില്ല. മുൻ ജില്ലാ സെക്രട്ടറിയാണ് KP ഉദയഭാനു, അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന പരാതി അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർക്കെല്ലാം ഉണ്ട്. എന്തായാലും പത്തനംതിട്ട പാർട്ടിയിൽ എന്തൊക്കെയോ കുഴഞ്ഞു മറിയുന്നുണ്ട് അജി. ആ കുഴഞ്ഞു മറിച്ചിൽ കുറച്ച് ദിവസത്തോടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ രൂക്ഷമാകാനുള്ള സാധ്യത തള്ളണ്ട. എന്തായാലും ഇദ്ദേഹത്തിന്റെ പത്മകുമാറിന്റെ ഈ പോസ്റ്റിന്റെ വിവാദം അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരുപക്ഷെ അദ്ദേഹം നാളെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും തുറന്ന് പറയുകയോ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്താൽ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. പാർട്ടിയുടെ അച്ചടക്ക നടപടി അങ്ങനെ നേരിട്ടാൽ അതെങ്ങോട്ടാണ് പോവുക എന്നുള്ളതൊക്കെ CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് സ്കോപ്പുള്ള ഒരു വിഷയമാണ്. എന്തായാലും സമ്മേളന ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. സമ്മേളന സമാപന ദിവസം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വേദിയിലേക്ക് എത്തിച്ചേരുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചതിൽ നേതൃത്വത്തിലെ ചില ആൾക്കാർക്ക് അതൃപ്തിയുണ്ട്. അവരിപ്പോൾ സമ്മേളനത്തിന്റെ തിരക്കിലായതുകൊണ്ട് കാര്യമായ പ്രതികരണത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, 52 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ജില്ലയിലെ മുതിർന്ന നേതാവാണ് താൻ, ഒരു പരിഗണനയും കിട്ടിയില്ല എന്ന തലത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികൾ പറഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകളാണ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നത്.